ഒരു പാത, അത് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള അതിഭീകരമായ പാതയാണ്. ഭാഗ്യം നിങ്ങളെ തുണച്ചാൽ നിങ്ങൾക്കത് താണ്ടാം, ഇല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങാം. പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലായോ? ഡോങ്കി റൂട്ട് അഥവാ അനധികൃതമായി അതിർത്തി കടക്കുന്ന പാതയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ലോകരാജ്യങ്ങളിൽ പലതും ഇപ്പോൾ യുദ്ധത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ മനുഷ്യൻ അവന്റെ ജീവൻ സംരക്ഷിക്കാൻ അനധികൃത കുടിയേറ്റം നടത്തുന്നു. അതിന് അവർ കണ്ടെത്തുന്ന അവസാന പോംവഴി അത് ഈ ഡോങ്കി റൂട്ടാണ്. പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിൽ കൂടി അവനവന്റെ അതിജീവനത്തിന് വേണ്ടി ഇത് തിരഞ്ഞെടുക്കുവാൻ അവൻ നിർബന്ധിതനാവുന്നു. എന്താണ് ഡോങ്കി റൂട്ട്? എന്തുകൊണ്ട് ഇതിന് ഭീകരത നിറഞ്ഞ മുഖം നൽകുന്നു? എവിടെയാണ് ഇതുള്ളത്? ചർച്ച ചെയ്യുന്നത് ഇതൊക്കെയാണ്. അതിനു മുമ്പ് ഒരു ചോദ്യം. യുദ്ധം കൊണ്ട് ജനങ്ങൾ പെരുവഴിയിലാവുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? യുദ്ധം എന്ന് പറയുന്നത് ഒരു പോംവഴിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഇറാൻ പോരാട്ടവും കൊടുമ്പിരി കൊള്ളുന്നു. അതിനിടയിൽ വലഞ്ഞിരിക്കുന്നത് ആ രാജ്യങ്ങളിലെ നിസ്സഹായരായ ഒരു കൂട്ടം ജനതയാണ്. അതുകൊണ്ടെന്താ, ലോകമെങ്ങും അനധികൃത കുടിയേറ്റങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം സിറിയ, പാകിസ്ഥാൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അനധികൃതമായി സമ്പന്ന രാജ്യങ്ങളുടെ അതിർത്തി കടക്കുന്നു. അടുത്തിടെ ബ്രിട്ടനിലേക്ക് പോയ നിരവധി പേർ അടങ്ങിയ ഒരു ബോട്ട് മുങ്ങിപ്പോയിരുന്നു. ഇവരെല്ലാം അനധികൃതമായി അതിർത്തി കടക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇതിന് നിരവധി മാർഗങ്ങളുണ്ട്. ഇതിലൊന്നാണ് ഡോങ്കി റൂട്ട്. എന്താണിത്? കഴുതയുടെ പ്രാദേശിക ഉച്ചാരണമായ ഡങ്കി ഒരു പഞ്ചാബി ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിനർത്ഥം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോവുക എന്നാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ US, UK, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന അപകടകരമായ കുടിയേറ്റ പാതയാണിത്. ഇതിൽ പലായനം ചെയ്യുന്നവർ ഒന്നോ രണ്ടോ രാജ്യങ്ങളിലൂടെയല്ല, പല രാജ്യങ്ങളിലൂടെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് ഇവർ നീങ്ങുന്നത്. ഇതിനായി ഒരു രാജ്യത്തിന്റെ വിസ മാത്രമാണ് എടുക്കുന്നത്. ഇവിടെ എത്തിയ ശേഷം അയാൾ അപ്രത്യക്ഷനാവും. അതായത് പിന്നീട് പല രാജ്യങ്ങളിലൂടെ കടന്ന് നിശബ്ദനായി ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങും. അവന്റെ സ്വപ്നങ്ങളിലേക്കൊരു ഭാഗ്യ പരീക്ഷണം. ഈ രീതി നിയമവിരുദ്ധമായതിനാൽ ഗതാഗതവും തെറ്റാണ്. ആളുകളെ കാറിന്റെ ഡിക്കിയിലോ സാധനങ്ങൾ കയറ്റുന്ന കപ്പലുകളിലോ ഒളിപ്പിച്ചുമൊക്കെയായിരിക്കും യാത്ര നടത്തുക. ശരിയായ സ്ഥലത്തെത്തിയാൽ മാത്രമേ അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കൂ. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ സമാഹരിച്ച കണക്കുകൾ പ്രകാരം 2022 ഒക്ടോബർ മുതൽ 2023 സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ നിന്നുള്ള 42,000 കുടിയേറ്റക്കാർ അനധികൃതമായി തെക്കൻ അതിർത്തി കടന്നിട്ടുണ്ട്. 2022 നവംബർ മുതൽ 97,000 ഇന്ത്യക്കാർ അനധികൃതമായി US പ്രവേശിക്കാൻ ശ്രമിക്കുകയും അമേരിക്കൻ അധികൃതർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള യുവാക്കൾ കൂടുതലും കാനഡയിലേക്കാണ് പോകുന്നതെങ്കിൽ ഹരിയാനയിൽ നിന്നുള്ള യുവാക്കൾ US ആണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കണക്കാക്കുന്നത്. ഇത് പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവേശനം നടത്തുന്നു. ക്ലയന്റ് ഏത് രാജ്യത്തേക്ക് പോകണം എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പോലെ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. അനധികൃത വഴിയിലൂടെ ഒരാൾക്ക് അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് 40 ലക്ഷം രൂപയാണ് ഈടാക്കുന്നത്. പണം കൂടുന്തോറും ബുദ്ധിമുട്ടുള്ള യാത്ര കുറയും. ജർമ്മനിക്ക് 25 ലക്ഷം രൂപയുമാണ് വേണ്ടത്. ആദ്യം യാത്രികനെ ദുബായിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് അസർബൈജാൻ, തുർക്കി വഴി പനാമയിലെത്തുന്നു. ഇവിടെ നിന്ന് മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് കടക്കുന്നു. മറ്റൊന്ന്, കൊളംബിയയിൽ എത്തിയ ശേഷം കുടിയേറ്റക്കാർ പനാമയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള അപകടകരമായ വനമായ ഡാരിയൻ ഗ്യാപ്പ് മുറിച്ചു കടക്കുന്നതാണ് റൂട്ട്. അനധികൃതമായി അതിർത്തി കടക്കുമ്പോൾ ആളുകൾ ബുദ്ധിമുട്ടിലായാൽ ഒരുപക്ഷെ ബ്രോക്കർമാർ അവരെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന സാഹചര്യം വരെയുണ്ട്. ഇതിൽ ജീവന് അപകടമുണ്ട്. ഏകദേശം 1.5 വർഷം മുമ്പത്തെ പോലെ മെക്സിക്കോയിലേക്കുള്ള വഴിയിൽ ഒരു ഇന്ത്യൻ ദമ്പതികൾ കുട്ടികളുമായി മരിച്ച നിലയിൽ കണ്ടെത്തി. കാറിൽ പൂട്ടിയിട്ടിരുന്ന ഇവർ വഴിയിൽ മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങുകയായിരുന്നു. മെക്സിക്കോ വഴി അനധികൃതമായി US പോകാനായിരുന്നു ദമ്പതികൾ പദ്ധതിയിട്ടിരുന്നത്. ഇത്തരം കേസുകൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഡോങ്കി റൂട്ടിലൂടെയുള്ള യാത്രകൾ 1-2 ആഴ്ചയോ അതിൽ കൂടുതലോ ആയാലും അവസാനിക്കുന്നില്ല. ശുദ്ധജലത്തിന്റെ അഭാവം, വന്യമൃഗങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ എന്നിവ കവർച്ചയിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ചേക്കാവുന്ന അപകട സാധ്യതകളിൽ ഉൾപ്പെടുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിലൊന്നിൽ ഹരിയാനയിൽ നിന്നുള്ള ജിതേന്ദ്രയുടെയും സംഘത്തിന്റെയും പണം, ഫോണുകൾ വനം മുറിച്ചു കടക്കുന്നതിനിടെ അവരുടെ വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ എന്നിവ കവർന്നു. തണുപ്പിലും മഞ്ഞിലും നഗ്നപാതനായി അവർക്ക് ട്രെക്ക് ചെയ്യേണ്ടി വന്നു. യാത്രയ്ക്ക് 8 മുതൽ 10 ദിവസം വരെ എടുക്കും. എന്തെങ്കിലും മോശം സംഭവിക്കുകയോ ഒരു കുടിയേറ്റക്കാരൻ മരിക്കുകയോ ചെയ്താൽ അവരെ ഉപേക്ഷിച്ച് പോവുകയെന്നല്ലാതെ വേറൊരു മാർഗവുമില്ല. ചിലപ്പോൾ മാസങ്ങൾ എടുക്കും.
ഉദാഹരണത്തിന്, ഒരാൾ ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ ആദ്യം സെർബിയയിലേക്ക് അയക്കും. സെർബിയയിലെ മനുഷ്യക്കടത്തുകാർ ശരിയായ അവസരത്തിനായി കാത്തിരിക്കാൻ ആവശ്യപ്പെടും. ശരിയായ സമയം വരുമ്പോൾ അവർ യാത്രികനെ മറ്റൊരു രാജ്യം വഴി യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഈ പദ്ധതിയും ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അപ്പോൾ കാത്തിരിപ്പ് നീളും. അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ മനുഷ്യക്കടത്തുകാരും പിൻവാങ്ങാം. അതുപോലെ ഈ വഴിയിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളും ചില്ലറയൊന്നുമല്ല. ജയിലിൽ അടയ്ക്കാനും അനിശ്ചിതകാലത്തേക്ക് അവിടെ തുടരുവാനും സാധ്യതയുണ്ട്. അനധികൃതമായി അതിർത്തി കടക്കുമ്പോൾ ആളുകൾ പലപ്പോഴും തീവ്രവാദികളുടെ കൈകളിൽ അകപ്പെടുന്നു എന്നതാണ് മറ്റൊരു അപകടം. പലതവണ ഒരാൾക്ക് നിരവധി നദികളും അരുവികളും മുറിച്ചു കടക്കേണ്ടി വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾ മുങ്ങി മരിക്കുന്നതിനോ പ്രകൃതി ദുരന്തത്തിന്റെയോ ഇരയാകാം. ഷാരൂഖ് ഖാൻ ചിത്രം ഡങ്കി ഈ ഒരു വിഷയത്തെ പ്രമേയമാക്കി ഇറങ്ങിയതാണ്. അതോടെ ഡോങ്കി റൂട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ഈ യാത്രയുടെ ഭീകരത കാട്ടിത്തന്ന മറ്റൊരു സിനിമയാണ് ദുൽഖർ സൽമാന്റെ CIAയും. എന്നാൽ സിനിമയ്ക്കും അപ്പുറമാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ജീവിതവും മരണവും മുഖാമുഖമുള്ള വഴിയിൽ അതിജീവനത്തിന് വേണ്ടി പൊരുതുമ്പോൾ അത് ഭീകരമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.